നമസ്കാരം, ഞാൻ രശ്മി. തനിമ വാർത്തകളിലേക്ക് സ്വാഗതം. കള്ളിക്കാട് ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കോളേജിൽ ഫസ്റ്റ് ബാച്ച് പാരാമെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വൈറ്റ് കോട്ട് സെർമണി പ്രോഗ്രാം സംഘടിപ്പിച്ചു. കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പന്ത ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ നെയ്യാർഡാം ഗവൺമെന്റ് ഹോസ്പിറ്റൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഭരിത മുഖ്യാതിഥിയായിരുന്നു. ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ കോളേജ് ചെയർമാൻ ശ്യാം ലേജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോളേജ് പ്രിൻസിപ്പൽ തുഷാര സ്വാഗതം ആശംസിച്ചു. കള്ളിക്കാട് വാർഡ് മെമ്പർ ലത, സോമശേഖരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഭരിത വിദ്യാർത്ഥികൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. But alongside all those who share my professional purpose together. മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ നാടിനും നാട്ടിലെ വിദ്യാർത്ഥികൾക്കും പുതുപുത്തൻ പ്രതീക്ഷകളുമായാണ് ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനം മുന്നോട്ടു പോകുന്നതെന്ന് കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പന്ത ശ്രീകുമാർ അഭിപ്രായപ്പെട്ടു. വലിയൊരു അഭിമാനം തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സ്ഥാപനം വരിക എന്നുള്ളത്. ശ്യാം ലേജുവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ സ്ഥാപനം ഇവിടെ വരുന്നതിന് മുമ്പ് ഒട്ടനവധിയായിട്ടുള്ള നമ്മുടെ കേരളത്തിലുള്ള ഒട്ടനവധിയായിട്ടുള്ള വിദ്യാർത്ഥികളെ കേരളത്തിന് പുറത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് കൊണ്ടുപോയി അവരെ ഡിഗ്രി കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് വരുന്നതിന് വേണ്ടി മുൻകൈ എടുത്തുകൊണ്ട് അദ്ദേഹം നമ്മുടെ കള്ളിക്കാട് കേന്ദ്രമാക്കി തന്നെ ഒരു സ്ഥാപനം അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ നമ്മുടെ ഇവിടെയുള്ള ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് കോഴ്സ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സംരംഭം തുടങ്ങണമെന്നുള്ള ആ ഒരു ഇതിൻ്റെ ഭാഗമായിട്ടാണ്, ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇവിടെ ഒരു ആദിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടി അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുകയും നമ്മുടെ സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടിയുള്ള കെട്ടിടമാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടാതിരുന്നത്. പക്ഷേ ഈ ബിൽഡിംഗ് അന്ന് സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് കിട്ടുകയും അദ്ദേഹം ഇത് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. നമുക്കറിയാം, ഒട്ടനവധിയായിട്ടുള്ള മക്കളെ ഒക്കെ നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഈ കോഴ്സുകൾ ചെയ്യുന്നതിന് വേണ്ടി വിട്ടതിന് ശേഷം നമുക്ക് മനസ്സിലൊക്കെ ഭയങ്കര ആദിയാണ്. അവരെ ഒട്ടനവധിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ട് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിന് ഒട്ടനവധി ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ട് നമ്മുടെ നാട്ടിലൊരു സ്ഥാപനം നിലനിൽക്കുക എന്നുള്ളത് അല്ലെങ്കിൽ വരിക എന്നുള്ളത് നമ്മുടെ നാടിന് തന്നെ അഭിമാനമായിട്ട് മാറിയ ഒരു കാര്യം തന്നെയാണ്. ആതുര സേവന രംഗത്ത് ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കോളേജ് ഒരു വലിയ മുതൽക്കൂട്ടായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല എന്ന് ഡോക്ടർ ഭരിത സൂചിപ്പിച്ചു. കോഴ്സ് പഠിക്കണം, ഏകദേശം 40ഓളം സ്റ്റുഡൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ലാബ് ടെക്നീഷ്യൻ, പിന്നെ എക്സ്റേ ടെക്നീഷ്യൻസ്, പിന്നെ OT ടെക്നീഷ്യൻസ്, ഡയാലിസിസ് ടെക്നീഷ്യൻസ്, അങ്ങനെ കാർഡിയക്, അങ്ങനെ ടെക്നീഷ്യൻസ് ഒത്തിരി പേരുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ബാച്ച് ആയത് കാരണം നിങ്ങൾക്ക് സീനിയേഴ്സ് ആരും ഇല്ല. എങ്ങനെ പഠിക്കണം, എന്തൊക്കെയാണ് ടോപ്പിക്, തിയറി, ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കുറച്ച് ടഫായിരിക്കും. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും ആദ്യത്തെ ഒരു ബാച്ച് കുറച്ച് ടഫായിട്ടായിരിക്കും അവരുടെ ആ ഒരു ഫസ്റ്റ് ഇയേഴ്സ്. പക്ഷേ അവരെല്ലാവരും ജീവിതത്തിൽ നല്ല ഉയരങ്ങളിൽ എത്താറുണ്ട്. എല്ലാ ഫസ്റ്റ് ബാച്ച് ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആദ്യം സ്റ്റാർട്ട് ചെയ്താലും ഒത്തിരി ആദ്യമായിട്ട് പഠിക്കുന്നത് കാരണം അവരെല്ലാം വളരെ നന്നായിട്ട് തന്നെ പഠിക്കും. അവരുടെ ടീച്ചേഴ്സിനെ അവർക്ക് വേറെ ആരും സീനിയേഴ്സിനെ നോക്കി പഠിക്കാനും കാണത്തില്ല. അവർ പക്ഷേ എല്ലാവരും നല്ല രീതിയിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവാറുണ്ട്. അപ്പം ഈ വൈറ്റ് കോട്ട് സെറമണി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒഫീഷ്യലി നമ്മളെ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒഫീഷ്യലി നിങ്ങളിങ്ങനെ ഇതുവരെ ഇപ്പം ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞു, എന്നാലും ഒഫീഷ്യലി നിങ്ങളൊരു ഹെൽത്ത് സർവീസിൽ എൻ്റർ ആവുന്നത് ഈ വൈറ്റ് കോട്ട് സെറമണിയിലൂടെയാണ്. വിദ്യാർത്ഥികളുടെ മെഡിക്കൽ സ്കിറ്റുകൾ ഉൾപ്പെടെ നിരവധി പ്രോഗ്രാമുകൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. ആദിത്യൻ ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ മഞ്ജുഷ, ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ സുനിൽകുമാർ, കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഗ്രീഷ്മ തുടങ്ങി മറ്റ് അധ്യാപകരും മാനേജ്മെന്റ് സ്റ്റാഫുകളും വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ഉൾപ്പെടെ നിരവധി പേർ പ്രോഗ്രാമിൽ പങ്കെടുത്തു. കഴിഞ്ഞ സെപ്റ്റംബർ 2-ാം തീയതി നമ്മുടെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ശ്രീ വി മുരളീധരൻ സാറിന്റെ ഉദ്ഘാടന കർമ്മത്തിൽ ആരംഭിക്കുകയുണ്ടായി. അതിന്റെ തൊട്ടടുത്ത ദിവസം മുതൽ നമ്മൾ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്തു. എന്തായാലും ദൈവസഹായത്താൽ നമുക്ക് ഫസ്റ്റ് സെമസ്റ്റർ എക്സാം
നമ്മുടെ എല്ലാ സ്റ്റുഡൻറ്റും കണ്ടക്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് സെമസ്റ്റർ അസൈൻമെന്റ് വരെ സബ്മിറ്റ് ചെയ്ത് അടുത്ത് ക്ലിനിക്കൽ പ്രാക്ടീസിന് തൊട്ട് മുമ്പായിട്ടുള്ള എല്ലാ കോളേജുകളിലും നടക്കുന്നത് പോലുള്ള ഒരു വൈറ്റ് കോട്ട് സെറമണി പ്രോഗ്രാമാണ് ഇന്നിവിടെ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന ഒരു 3 ആഴ്ച കൊണ്ട് നമ്മുടെ കോളേജിലെ സെക്കൻഡ് സെമസ്റ്റർ തിയറി ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്റ്റുഡൻറ് എല്ലാവരും ഹോസ്പിറ്റലുകളിലേക്ക് ക്ലിനിക്കൽ പ്രാക്ടീസിനായിട്ട് പോകുന്നതിന് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിലൊരു വൈറ്റ് കോട്ട് സെറമണി പ്രോഗ്രാം ഇന്ന് സംഘടിപ്പിച്ചത്. അപ്പോൾ എല്ലാ കോളേജുകളിലും നടക്കുന്നത് പോലെ അതിനേക്കാൾ ഉപരിയായിട്ട് തന്നെ നമ്മുടെ കോളേജിലെ പ്രവർത്തനങ്ങൾ നടത്തണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് നമ്മുടെ സ്റ്റുഡൻറ് വൈറ്റ് കോട്ട് സെറമണി പ്രോഗ്രാം കഴിഞ്ഞ് ക്ലിനിക്കൽ പ്രാക്ടീസിന് പോയാൽ മതി എന്ന മാനേജ്മെന്റിന്റെ തീരുമാന പ്രകാരമാണ് ഇത്തരത്തിൽ ഫാസ്റ്റായിട്ട് ഒരു സെറമണി നടത്തുന്നത്. ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് മാനേജർ ഷൈനി ഷാജിയുടെ കൃതജ്ഞതയോടെ പ്രോഗ്രാം അവസാനിച്ചു.